മക്കാന കറി. ഇന്ന് നമുക്ക് മക്കാന വെച്ചൊരു കറി ഉണ്ടാക്കാമല്ലോ. മക്കാന എന്ന് പറയുമ്പം ലോട്ടസ് സീഡ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ മക്കാന ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതേ പാത്രത്തിൽ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക്, വലിയ ജീരകം, കറാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് കുക്കായി വരുമ്പം ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഈ ഒരു മിക്സ് അധികം മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്തുനിന്ന് കുറച്ചധികം മുരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഉള്ളി ഇടുന്നതിന് മുമ്പ് തന്നെ പട്ടയും ബേ ലീഫെല്ലാം ഇടണം. അപ്പോൾ എൻ്റെത് കുറച്ചധികം മുരിഞ്ഞ് പോയതുകൊണ്ട് ഉള്ളി ഇട്ടതിന് ശേഷമാണ് ഞാൻ ബേ ലീഫെല്ലാം ഇട്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് അതോടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. ഈ ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ആക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇത് ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ തക്കാളി ഞാൻ അരച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ അളവൊന്നും പറയാത്തത്. ഇനി ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ടത്തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അധികം പുളിപ്പൊന്നും ഇല്ലാത്ത തൈരാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പിന് എൻ്റെ മക്കൾസ് ഉണ്ടായിരുന്നു. മാഷാ അല്ലാ, അവർ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിട്ട് അത് ആഡാക്കി കൊടുത്തതാണ്. ഇതൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച മക്കാന ആഡാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കി എടുക്കുക. ഈ ഗ്രേവി ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കുറച്ച് ഫ്രഷ് ക്രീമും ആഡാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് തിക്കായതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ചപ്പാത്തിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.